ഹായ് ഓൾ, വെൽക്കം ടു ക്യൂബിറ്റ് അക്കാദമി. അപ്പോൾ നമുക്ക് SSCയുടെ എക്സാം ആയാലും RRBയുടെ എക്സാം ആയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കെമിസ്ട്രിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത്? കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കോമൺലി അറിയപ്പെടുന്നതാണ് ഏത്? പാരസെറ്റമോൾ അല്ലേ. പാരസെറ്റമോൾ എന്ത് ടൈപ്പ് മെഡിസിൻ ആണെന്ന് ചോദിക്കും. ഏത് ടൈപ്പ് മെഡിസിനാണ്? അനാൾജസിക്സ് ആണ് അല്ലേ. അപ്പോൾ പെയിൻ റിലീവേഴ്സ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? അനാൾജസിക്സ്. പെയിൻ റിലീവേഴ്സ് അറിയപ്പെടുന്ന മെഡിസിൻസിനെ പറയുന്ന പേരാണ് എന്ത്? അനാൾജസിക്സ് എന്ന് അറിയപ്പെടുന്നത്. എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം, ഏതാണ്? പാരസെറ്റമോൾ ആണ്. പക്ഷേ പാരസെറ്റമോൾ മാത്രമല്ല, ഒരൊറ്റ നോടി പഠിച്ചിരിക്കണം, ഏതാണ്? ആസ്പിരിൻ ആണ് കേട്ടോ. ഏതാണ്? ആസ്പിരിൻ. നെക്സ്റ്റ് വൺ ആണ് ആൻറ്റിപൈററ്റിക്സ്. എന്താണെന്നുള്ളത്? ആൻറ്റിപൈററ്റിക്സ് അല്ലേ. ഫീവർ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് എന്തറിയപ്പെടുന്നത്? ആൻറ്റിപൈററ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. എന്താണ്? ഫീവർ റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് എന്തറിയപ്പെടുന്നത്? ആൻറ്റിപൈററ്റിക്സ്. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏത്? പാരസെറ്റമോൾ ആണ് ഏത് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക് അല്ലേ. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആൻറ്റിബയോട്ടിക് എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് ആൻറ്റിബയോട്ടിക്? ഇൻഹിബിറ്റ് ബാക്ടീരിയ ഗ്രോത്ത് അല്ലേ. ബാക്ടീരിയ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഏതൊക്കെയായിരുന്നു? പെനിസിലിൻ ആണ് കേട്ടോ. ഏതാണ്? പെനിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ. ഏതൊക്കെയായിരുന്നു? പെനിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ. നെക്സ്റ്റ് ആൻറ്റിസെപ്റ്റിക് അല്ലേ. ആൻറ്റിസെപ്റ്റിക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മൈൻഡിൽ വരുന്ന ഏതാണ്? ഡെറ്റോൾ ആണ് അല്ലേ. ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻ്റ്. ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്തിനാണ്? കിൽ ഓർ ഇൻഹിബിറ്റ് മൈക്രോ ഓർഗാനിസം അല്ലേ. എന്താണ്? കിൽ ഓർ ഇൻഹിബിറ്റ് മൈക്രോ ഓർഗാനിസം. എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? ഡെറ്റോൾ പറയാം. അതിൻ്റെ കൂടെ തന്നെ ഒരൊറ്റൊരു പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ഏതാണ്? അയഡിൻ സൊല്യൂഷൻ ആണ്. ഏതാണ്? അയഡിൻ സൊല്യൂഷൻ. നെക്സ്റ്റ് വൺ ആണ് അൻറ്റാസിഡ് അല്ലേ. എന്താണ് അൻറ്റാസിഡ്? നമ്മൾ സ്റ്റൊമക്കിൽ മെയിൻ ആയുള്ള ഒരു ആസിഡ് ഉണ്ട്. ഏതാ? HCl ആണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമുക്ക് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് നേരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? അൻറ്റാസിഡ്. എന്താണ്? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? അൻറ്റാസിഡ് അല്ലേ. അപ്പോൾ ഈ അൻറ്റാസിഡ് എന്താ ചെയ്യുന്നത്? ന്യൂട്രലൈസ് ദ സ്റ്റൊമക് അസിഡിറ്റി. എന്താണ് അൻറ്റാസിഡ് എന്താ ചെയ്യുന്നത്? ന്യൂട്രലൈസ് ദ സ്റ്റൊമക് അസിഡിറ്റി അല്ലേ. അപ്പോൾ ഇതിന് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ആണ്, ഇതിന് എക്സാമ്പിൾ ആണ് പഠിച്ചിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും നെക്സ്റ്റ് സോഡിയം ബൈകാർബണേറ്റുമാണ്. ഏതൊക്കെയായിരുന്നു? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും നെക്സ്റ്റ് ഏതാണ്? സോഡിയം ബൈകാർബണേറ്റും. അപ്പോൾ ഇതാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതിൻ്റെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെയിൽവേയുടെ എക്സാമിനും പിന്നെ SSCയുടെ എക്സാമിനും ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. അൻറ്റാസിഡ് ആയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചത്. കോമ്പൗണ്ട് ആണ് ഏത്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ എഴുതുക അല്ലേ. കെമിക്കൽ ഫോമിൽ എന്താ? MgOH ആണ്. MgOH2 അല്ലെങ്കിൽ MgOH ആണ് അല്ലെ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ആണ് pH വാല്യൂ എത്രയാണ്? pH വാല്യൂ വരുന്നത് 10 ആണ് കേട്ടോ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ pH വാല്യൂ എത്രയായിരുന്നു വരുന്നത്? 10 ആണ് വരുന്നത്. ഇനി ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന് ഒരു കോമൺ നെയിം ഉണ്ട്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ കോമൺ നെയിം ഉണ്ട്. അതാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. എന്തായിരുന്നു? മിൽക്ക് ഓഫ് മഗ്നീഷ്യ. അപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് കോമ്പൗണ്ട് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇതിൻ്റെ pH വാല്യൂ എത്രയാണ്? 10 ആണ് അല്ലേ. MgOH. നെക്സ്റ്റ് വൺ ആണ് ഇത് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? NaHCO3 ആണ് കേട്ടോ. ഏതാണ്? NaHCO3 ആണ് ഇത് സോഡിയം ബൈകാർബണേറ്റ്. കെമിക്കൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് സെഡേറ്റീവ്സ് ആൻഡ് ട്രാങ്കുലൈസേഴ്സ് എന്നാണ് അല്ലേ. എന്താണ് സെഡേറ്റീവ് ആൻഡ് ട്രാങ്കുലൈസേഴ്സ്? നമുക്ക് കാം ആൻഡ് ഇൻഡ്യൂസ് സ്ലീപ്പിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു മെഡിസിൻ ആണ് എന്തറിയപ്പെടുന്നത്? സെഡേറ്റീവ്സ് ആൻഡ് ട്രാങ്കുലൈസേഴ്സ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ഡയാസ്പാം പറയാം. ഏതാണ്? ഡയാസ്പാം എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് ആൻറ്റിഹിസ്റ്റമിൻ അല്ലേ. എന്താണ് ആൻറ്റിഹിസ്റ്റമിൻ എന്നറിയപ്പെടുന്നത്? എന്താണ് ആൻറ്റിഹിസ്റ്റമിൻ? നമുക്ക് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻസിന് കോമൺലി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആൻറ്റിഹിസ്റ്റമിൻ എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ ഡൈഫീനൈൽ ഡ്രൈഅമീൻ. ഏതാണ്? ഡൈഫീനൈൽ ഹൈഡ്രമീൻ ആണ്. ഡൈഫീനൈൽ ഹൈഡ്രമീൻ. നെക്സ്റ്റ് സിട്രിസിൻ. ഏതാണ്? സിട്രിസിൻ. അപ്പോൾ രണ്ട് പേര് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഡൈഫീനൈൽ ഹൈഡ്രമീൻ ആൻഡ് ഏതാണ്? സിട്രിസിൻ. ഓക്കെ, അപ്പോൾ സെഡേറ്റീവ്സ് ഏതൊക്കെയാണ്? ഡയാസ്പാം ആണ്. ആൻറ്റിഹിസ്റ്റമിൻ ഏതൊക്കെയാണ്? ഡൈഫീനൈൽ ഹൈഡ്രമീൻ ആൻഡ് ഏതാണ്? സിട്രിസിൻ.
നെക്സ്റ്റ് ആൻറ്റി മലേറിയൽസ് അല്ലേ, പേരിൽ തന്നെ ഉണ്ട്. എന്താണ് മലേറിയ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത് ആൻറ്റി മലേറിയൽസ് അല്ലേ. എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് പറയാം, ക്ലോറോക്വിൻ ആൻഡ് നെക്സ്റ്റ് ആവാനാണ് ഏത് ക്യുനൈൻ. അപ്പോൾ 2 പോയിന്റ് പഠിച്ചല്ലോ, ഏതൊക്കെയായിരുന്നു ക്ലോറോക്വിൻ ആൻഡ് നെക്സ്റ്റ് വൺ ഏതാണ് ക്യുനൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആൻറ്റി വൈറൽസ്. എന്താണെന്നുള്ളത് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ആൻറ്റി വൈറൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻഹിബിറ്റ് വൈറസ് റെപ്ലിക്കേഷൻ അല്ലേ. വൈറസ് റെപ്ലിക്കേഷന് ഇൻഹിബിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് ആൻറ്റി വൈറൽസ്. എക്സാമ്പിൾ ആണ് മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്, ഏതാണ് അസൈക്ലോവിർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നാച്ചുറൽ കിട്ടുന്ന പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്ന 4 പ്രിസർവേറ്റീവ്സ് ആണ്, 5 പ്രിസർവേറ്റീവ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു, ഫസ്റ്റ് വണ് സോൾട്ട്, എല്ലാവർക്കും അറിയാം അല്ലേ, സോഡിയം ക്ലോറൈഡ് ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഫോർ ക്യൂറിങ് മീറ്റ്സ് ആൻഡ് പിക്ലിംഗ് വെജിറ്റബിൾസ് ആണ് അല്ലേ, ഇതൊക്കെ കോമൺ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഷുഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ ജാംസ് ജെല്ലീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഷുഗറിൻ്റെ ഒരു യൂസും കൂടിയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു പ്രിവെൻറ്റ് മൈക്രോബിയൽ ഗ്രോത്ത് അല്ലേ, മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വിനാഗറിൻ്റെ മറ്റൊരു പേരാണ് ഏത് അസറ്റിക് ആസിഡ് അല്ലേ, അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കോമൺ ഇൻ പിക്ലിംഗ് ആൻഡ് പ്രിസർവിങ് വെജിറ്റബിൾസ്. കോമൺലി യൂസ്ഡ് ഇൻ എന്തിനാണ്, പിക്ലിംഗ് ആൻഡ് പ്രിസർവിങ് വെജിറ്റബിൾസ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നെക്സ്റ്റ് ലെമൺ ജ്യൂസിന് മറ്റൊരു പേരാണ് ഏത് സിട്രിക് ആസിഡ് അല്ലേ, ഏതാണ് സിട്രിക് ആസിഡ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ ബിവറേജസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്രൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ജാംസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഏത് ലെമൺ ജ്യൂസ്. നെക്സ്റ്റ് റോസ്മേരി എക്സ്ട്രാക്ട്. ഓക്കെ, ഇതൊന്നും അറിഞ്ഞിരിക്കണം. റോസ്മേരി എക്സ്ട്രാക്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കണ്ടെയ്ൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിലൊക്കെ എന്താണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മീറ്റ്സും ഓയിൽസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. മീറ്റ്സും ഓയിൽസൊക്കെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് റോസ്മേരി എക്സ്ട്രാക്ട്. നെക്സ്റ്റ് സിന്തറ്റിക് പ്രിസർവേറ്റീവ്. എന്താണ് സിന്തറ്റിക് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻമെയ്ഡ് ആണ് സിന്തറ്റിക് പ്രിസർവേറ്റീവ് അല്ലേ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് വൺ ആണ് ഏത് സോഡിയം ബെൻസോവേറ്റ്. എന്താണ് സോഡിയം ബെൻസോവേറ്റ്, കോമൺലി യൂസ്ഡ് ഇൻ അസിഡിക് ഫുഡ്സ് ലൈക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് പിക്കിൾസ് അല്ലേ. ഏതൊക്കെയായിരുന്നു ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസ്, പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സിന്തറ്റിക് പ്രിസർവേറ്റീവ് ആണ് ഏതറിയപ്പെടുന്നത്, സോഡിയം ബെൻസോവേറ്റ്. നെക്സ്റ്റ് വൺ ആണ് പൊട്ടാസ്യം സോർബേറ്റ് അല്ലേ. ഡയറി പ്രോഡക്റ്റിലൊക്കെ കാണപ്പെടുന്ന ഒരേ ഒരു കോമ്പൗണ്ട് ആണ് ഇത് പൊട്ടാസ്യം സോർബേറ്റ്. നെക്സ്റ്റ് ബേക്ക്ഡ് ഗുഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ത് പറയാം, വൈൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സോഡിയം നൈട്രൈറ്റ് യൂസ്ഡ് ഇൻ കേർഡ് മീറ്റ്സ് ടു പ്രിവെൻറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് മെയിൻറ്റെയിൻ കളർ അല്ലേ. ബാക്ടീരിയൽ ഗ്രോത്തിനും കളർ മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സോഡിയം നൈട്രൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് കാൽഷ്യം പ്രൊപ്പിയോണേറ്റ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രെഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബേക്ക്ഡ് ഗുഡ്സ് ടു പ്രിവെൻറ്റ് മോൾ ഗ്രോത്ത്. ഓക്കെ, ബ്രെഡിലും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബേക്ക്ഡ് ഗുഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ഇത് കാൽഷ്യം പ്രൊപ്പിയോണേറ്റ് അല്ലേ. അപ്പോൾ 4 മെയിനായിട്ട് നോക്കി വെക്കുക. സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ് ഏതൊക്കെയായിരുന്നു 4? സോഡിയം ബെൻസോവേറ്റ്, പൊട്ടാസ്യം സോർബേറ്റ്, സോഡിയം നൈട്രേറ്റ്. നെക്സ്റ്റ് വൺ ആണ് ഇത് കാൽഷ്യം പ്രൊപ്പിയോണേറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് CGL 2023 ജൂലൈ ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ടയർ 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സോഡിയം കോമ്പൗണ്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ അഡിറ്റീവ് ടു വേരിയസ് ഐറ്റംസ് സച്ച് ആസ് സോസസ്, സാലഡ്സ്, ഡ്രസ്സിംഗ് ആൻഡ് ബിവറേജസ് ഫോർ ഇറ്റ്സ് പ്രിസർവേറ്റീവ് ആക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് CGL 2023 ജൂലൈ ഷിഫ്റ്റിൽ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. വിച്ച് സോഡിയം കോമ്പൗണ്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ അഡിറ്റീവ് ടു വേരിയസ് ഐറ്റംസ് സച്ച് ആസ് സോസസ്, സാലഡ്സ്, ഡ്രസ്സിംഗ് ആൻഡ് ബിവറേജസ് ഫോർ ഇറ്റ്സ് പ്രിസർവേറ്റീവ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഫ്ലൂറൈഡ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, സോഡിയം ബെൻസോവേറ്റ്. ഇതിലെ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏതായിരുന്നു ഓപ്ഷൻ വരിക, സോഡിയം ബെൻസോവേറ്റ് ആണ് അല്ലേ. ഏതാണ് സോഡിയം ബെൻസോവേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മെയിനായിട്ട് നോക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ഏത് ക്രാക്കേഴ്സ്, കളർ പ്രൊഡക്ഷൻ ഇൻ ക്രാക്കേഴ്സ് അല്ലേ. ഫ്ലെയിംസിൻ്റെ കളേഴ്സാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ക്രാക്കേഴ്സിൽ ഫ്ലെയിംസിൻ്റെ കളേഴ്സ്. അപ്പോൾ ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റെയിൽവേൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, SSCയുടെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റോൺഷ്യം സോൾട്ട് കളർ എന്താണ്, റെഡ് ആണ് അല്ലേ. സ്റ്റോൺഷ്യം സോൾട്ട് ഏതാണ്, കളർ എന്താണ്, റെഡ് ആണ്.
നെക്സ്റ്റ് ബേരിയം സോൾട്ട് കളർ ഏതാണ്? ഗ്രീൻ കളറാണ്. കളർ ഏതാണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതാണ് റെയിൽവേൻ്റെ എക്സാമിനും SSCയുടെ എക്സാമിനും ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. റെയിൽവേൻ്റെ എക്സാമിനും SSCൻ്റെ എക്സാമിനും ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ബേരിയം സോൾട്ടിൻ്റെ കളർ ഏതാണ്? ഗ്രീൻ കളറാണ്. നെക്സ്റ്റ് കോപ്പർ കോമ്പൗണ്ട്. കോപ്പർ കോമ്പൗണ്ടിൻ്റെ കളർ ഏതാണ്? ബ്ലൂ കളറാണ് കേട്ടോ. കോപ്പർ കോമ്പൗണ്ടിൻ്റെ കളർ ഏതാണ്? ബ്ലൂ കളറാണ്. നെക്സ്റ്റ് സോഡിയം കോമ്പൗണ്ട്. സോഡിയം കോമ്പൗണ്ടിൻ്റെ കളറാണ് ഇത് യെല്ലോ കളറാണ്. കളർ ഏതാണ്? യെല്ലോ കളറാണ്. നെക്സ്റ്റ് വൺ ആണ് കാൽഷ്യം സോൾട്ട്. കാൽഷ്യം സോൾട്ടിൻ്റെ കളർ ഏതാണ്? ഓറഞ്ച് കളറാണ് കേട്ടോ. കളർ ഏതാണ്? ഓറഞ്ച് കളറാണ്. നെക്സ്റ്റ് പൊട്ടാസ്യം സോൾട്ട് പർപ്പിൾ കളറാണ്. പൊട്ടാസ്യം സോൾട്ട് ഏതാണ്? പേർപ്പിൾ കളറാണ്. നെക്സ്റ്റ് ഇതിൽ ചോദിച്ച ഒരു SSCയുടെ ഒരു PYQ ആണ് ഏത്? സോഡിയം കോമ്പൗണ്ട് കേട്ടോ. സോഡിയം കോമ്പൗണ്ട്. അപ്പോൾ 2 PYQ ആണ് ഇതിലുള്ളത്. കാൽഷ്യം സോൾട്ടിൻ്റെ കളർ റെഡും ഏതായിരുന്നു? ബേരിയം സോൾട്ട് അല്ലേ? ബേരിയം സോൾട്ടിൻ്റെ കളർ ഗ്രീനും നെക്സ്റ്റ് സോഡിയം കോമ്പൗണ്ടിൻ്റെ കളർ യെല്ലോ. ഇത് രണ്ടുമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് മെഗ്നീഷ്യം ആൻഡ് അലൂമിനിയം, വൈറ്റ് ആൻഡ് സിൽവർ സ്പാർക്സ് ആണുള്ളത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു കളർ ഏതാണ്? വൈറ്റ് ആൻഡ് സിൽവർ സ്പാർക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും മെയിൻ ഏരിയാസ് നിങ്ങൾ പഠിച്ചിരിക്കുക.